മക്കളെ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫോണിലെ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മെസ്സേജ് വന്നവർക്കെല്ലാം തന്നെ മെയ് 16 എക്സാം നടക്കാൻ പോവുകയാണ്. ഇനി ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ പേടിക്കേണ്ട, അവർക്ക് ജൂൺ 6 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? ഇനി 12 ദിവസമുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ. അപ്പോൾ മെനഞ്ഞാത്ത ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ഒന്ന് വായിച്ചോളാം കേട്ടോ. അതൊരു പാഠമാണ്, നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു പാഠമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലോജിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വലിയ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, നമ്മുടെ സമയം കളയാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്താ പി എസ് സി ആഗ്രഹിക്കുന്നത്? പി എസ് സി ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഡിഗ്രി പ്രിലിംസ് നിങ്ങളിപ്പോൾ 90 മാർക്ക് മേടിച്ചാലോ 100 മാർക്ക് മേടിച്ചാലോ നിങ്ങൾക്ക് മെയിൻസിനകത്ത് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. സോ പി എസ് സി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 1.25 മണിക്കൂർ കൊണ്ട് അവനെ ഈ ടെൻഷനിൽ, ഈ പ്രഷറിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അത് മാത്രമേ പി എസ് സി നോക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിനെ പൊട്ടിക്കാനായിട്ട് പി എസ് സി കുറെ പാടുള്ള ക്വസ്റ്റ്യനൊക്കെ എടുത്താൽ കിട്ടിവരും. നമ്മൾ അതിൽ വീഴരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒരിക്കലും കടുപ്പിക്കത്തില്ല. ഇപ്പോൾ മാത്രമാണ് മലയാളം ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. എന്നാലും നമുക്ക് ഒരു മാത്സ് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, മലയാളം 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, 35 മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാം. ഇനി ജി കെ എടുക്കുകയാണെങ്കിൽ ഒരു 25-26 ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് മൊത്തം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം അവിടെ കാണും. ഒരു 60-61 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തം പി എസ് സി തരും. എന്നിട്ട് ബാക്കി 40 മാർക്ക് നമ്മുടെ സമയം കളയാനും മാക്സിമം നെഗറ്റീവ്സ് കൊണ്ടുതരാനും അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ കഴിവതും വീഴാതിരിക്കുക. ഈ 61 മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം, ആൻസർ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്തങ്ങ് വെക്കാം. അപ്പോൾ നമ്മളൊരു സേഫ് സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്നിട്ട് നെഗറ്റീവ്സ് മാക്സിമം കുറച്ച്, നമുക്ക് നെഗറ്റീവ് കൂടുമ്പോൾ ആ സമയത്ത് നമുക്ക് ടെൻഷനാണ്. അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുമ്പോൾ അവന്മാർ കുറേ ക്വസ്റ്റ്യനൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഇൻസെക്യൂറാണ്. നമ്മൾ വിചാരിക്കും, ഈശ്വര അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാർ മൊത്തം നന്നായിട്ട് എഴുതി, നമ്മൾ മൊത്തം കയ്യിൽ നിന്ന് പോയോ? നമ്മൾ മാക്സിമം സാധനങ്ങൾ അവിടെ അടിച്ചിടാൻ ശ്രമിക്കും. ഉള്ള നെഗറ്റീവ് മൊത്തം വരും, മാർക്ക് മൊത്തം പോയി കിട്ടും. ഓക്കെ, അപ്പോൾ പി എസ് സിക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് നമ്മൾ എൻഷുർ ചെയ്യുക, അത് മനസ്സിലാക്കുക. പി എസ് സി നമ്മളെ കൊണ്ട് ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്, അതിൽ വീഴാതിരിക്കുക. നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ആൻസർ മൊത്തം അവിടെ കാണും. കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോവാം. ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ടെസ്റ്റ് പാക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, നമ്മൾ സൂപ്പർ നോട്ട്സിന് ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ഫേസ് പോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി, നിങ്ങളെ ഇതേപോലെ നിങ്ങളെ തിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ആ ടെസ്റ്റ് പാക്ക് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തോ. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഫുൾ കോൺഫിഡൻസിൽ, ഇത്രയും എക്സാംസ് എഴുതിയ, ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതിയ ആ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് മെയ് 16 ജൂൺ 6 എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്തോ. ഇനി ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞ ആൾക്കാർ, മക്കളെ എന്താ പരിപാടി? വെറുതെ ഇരിക്കുകയാണോ? അല്ലല്ലോ അല്ലേ? മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോടാ, ബ്രേക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്, ഇത്രയും ദിവസത്തെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ആ മെയിൻസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് ഈ വരുന്ന മെയ് 18 നിങ്ങളുടെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ അറിയാമല്ലോ, ഏറ്റവും അധികം റാങ്ക് ഹോൾഡേഴ്സ് ഉള്ളത് എവിടെ നിന്നാണ്? സൂപ്പർ നോട്ട്സിൽ നിന്നാണ്. 150-ലധികം കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അവിടെ നമ്മുടെ കുട്ടികളായിരിക്കും മൊത്തം കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ലിമിറ്റഡ് സീറ്റാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും SBCIDക്കും കൂടെ ചേർത്തിട്ടൊരു കോമൺ മെയിൻസ് ബാച്ചാണ്. 2499 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, അതായത് സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് മറ്റൊരു മെയിൻസ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ക്ലാസ്സസ് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടും. ആ മെയിൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് പാക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്തോ. അപ്പോൾ ഇനി അങ്ങോട്ട് എക്സാം എഴുതാൻ പോകുന്നവർ കൂളായിട്ട് പോയി എഴുതിയിട്ട് വേടാ. ആരാ എക്സാം എഴുതാൻ പോകുന്നത്? നിങ്ങളല്ലേ. പൊളിക്കും നിങ്ങൾ. ക്ലാസ്സിൽ കാണാം.